ഏതൊരു നേഴ്സിന്റെയും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് അവരുടെ ലാമ്പ് ലൈറ്റിംഗ് സെറമണി. അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് ഇയേഴ്സ് ജൂനിയേഴ്സിന്റെ ലാമ്പ് ലൈറ്റിംഗ് സെറമണി കണ്ടാലോ, അപ്പോൾ അവർ പേരിട്ടേക്കുന്ന അസ്ട്ര എന്നാണ്. അപ്പോൾ നമ്മുടെ എല്ലാ ലാമ്പ് ലൈറ്റിങ്ങിനകത്ത് ഇങ്ങനെ ഒരു രംഗോലി നമ്മൾ സെറ്റ് ആക്കും. ആങ്കേഴ്സ് ആയിട്ട് സ്നേഹയും റോഷ്നിയാണ് സെലക്ട് ആയിട്ടുള്ള നമ്മുടെ റെസ്പെക്ട് ആയിട്ടുള്ള എല്ലാ ഡിഗ്നിറ്ററീസും ഡൈസിൽ പ്രസന്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇയേഴ്സ് ജൂനിയേഴ്സ് ഇല്ലെങ്കിൽ 20th ബാച്ച് ഓഫ് മേഴ്സി കോളേജ് ഓഫ് നേഴ്സിംഗ്. ഇവരുടെ ലാമ്പ് ലൈറ്റിംഗ് സെറമണിയുടെ ബ്ലോഗ് കണ്ടാലോ. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമ്മുടെ കോളേജ് സ്ക്വയറാണ് പ്രയർ പാടിക്കുന്നത്. എല്ലാ ബാച്ചിനും ഉൾപ്പെടുത്തിയാണ് നമ്മൾ പ്രയർ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഒരു ബൈബിൾ റീഡിംഗ് ഉണ്ടായിരുന്നു. ബൈബിൾ റീഡിംഗ് നമ്മളെ തേർഡ് ഇയറിലുള്ള ഒരു സ്റ്റുഡന്റ് ആണ് ബൈബിൾ റീഡിംഗ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റുഡൻസ് എല്ലാം അവിടെ ഇരിക്കുന്ന വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും വെൽക്കം ചെയ്തു. നമ്മുടെ ടെന്നിൽസൺ സാറിന്റെ സ്പീച്ച് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവരാകെ ടെൻഷനാണ്. ഇവരുടെ പേരൻസ് എല്ലാം അറ്റൻഡ് ചെയ്യട്ടോ ഈ പ്രോഗ്രാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വിളക്ക് കൊടുക്കുകയാണ്. വിളക്ക് കൊടുക്കാൻ വേണ്ടി എല്ലാ വിശിഷ്ട വ്യക്തികളില്ലേ, എല്ലാ ഡിഗ്നിറ്ററീസിനും നമ്മൾ അവരെല്ലാം മാംസും സാസും എല്ലാം വിളക്ക് കൊടുത്തി. പ്രിൻസിപ്പൽ മാമും എല്ലാം വിളക്ക് കൊടുത്തി. അത് കഴിഞ്ഞ് നമ്മുടെ പ്രിൻസിപ്പൽ മാമിന്റെ സ്പീച്ച് ഉണ്ടായിരുന്നു. ദെൻ ഇവരുടെ പേരൻസ്, നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവരും ഈ പ്രോഗ്രാമിന് അറ്റൻഡ് ആയിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ മാനേജിംഗ് ഡയറക്ടർ സാർ സംസാരിച്ചു. പിന്നെ അതിന് ഒരു PTA മെമ്പർ ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ടീച്ചറായിട്ട് നമ്മുടെ ജസിൻ മാം സംസാരിച്ചു. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഇനി വെള്ളത്ത് ലാമ്പ് ലൈറ്റിംഗ് സെറമണിയാണ്. അപ്പൊ അത് നമ്മുടെ കോളേജിലെ തന്നെ ക്ലാസ്സിലെ കുട്ടികളാണ് എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മുടെ പ്രിൻസിപ്പൽ മാമും വൈസ് പ്രിൻസിപ്പൽ മാമും കൂടെ ലാമ്പ് ലൈറ്റ് ചെയ്യാൻ പോയി. ലൈറ്റ് കത്തിച്ചു ക്യാൻഡിലിൽ. എന്നിട്ട് ഓരോ കുട്ടികളായിട്ട് വന്ന് നമുക്ക് ഇതിനൊക്കെ ഒരു പ്രൊസീജിയർ പോലെ ഉണ്ട്, ഒരു ക്രൈറ്റീരിയ പോലെ, ഒരു ഗൈഡ് ലൈൻസ് പോലെ നമ്മളൊരു പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടാണ് ഇതുപോലെ നിൽക്കുന്നതും എടുക്കുന്നതും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു പഞ്ച്വാലിറ്റി ഇല്ലെങ്കിൽ ഒരു റെഗുലർ ആയിട്ടുള്ള തിങ്സ് ഉണ്ട്, ഒരു മാനേഴ്സ് അങ്ങനെയൊക്കെ പറഞ്ഞൊരു ഇതുണ്ട്. പിന്നെ താങ്ക്സ് നമ്മുടെ സിമി മാം ആണ് പറഞ്ഞത്. അതും കൂടെ കഴിഞ്ഞ് നമ്മുടെ പരിപാടി ഏകദേശം എൻഡ് ആയി. അപ്പോൾ അത്യാവശ്യം നല്ല പ്രോഗ്രാം ആയിരുന്നു. കുട്ടികൾക്കെല്ലാം മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായിരിക്കും, അവരുടെ ഫേവറേറ്റ് ഡേ ആയിരിക്കും. പിന്നെ അത് ഇതാണ് നമ്മുടെ ഇത്രയും ടോട്ടലായിട്ടുള്ള 30 പിള്ളേരാണുള്ളത്. പിന്നെ അതിന് നമുക്ക് അവർ ഫുഡായിട്ട് ഒരു ഫ്രൂട്ട്, ഒരു കട്ട്ലറ്റും ഒരു മീറ്റ് റോളും ഒരു ക്രീം ബോണും ആണ് തന്നത്. അപ്പോൾ എല്ലാവർക്കൊക്കെ ബൈ.